കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യവിധാനമില്ല, നിലയ്ക്കാത്ത കരഘോഷമില്ല, ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശീലയിൽ കണ്ണു നട്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു കലാകാരൻ. ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂരിലെ കൃഷ്ണൻകുട്ടി. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 1973 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി. 1979 സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തമായി നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥ വർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ പുൽപ്പാട്ട്, കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. മധ്യകേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നാടക ട്രൂപ്പുകളുമായി സഹകരിച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020 സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചു എന്ന അഭിമാനം കാത്തുസൂക്ഷിക്കുകയാണെന്നും. കലയുടെ മുഖം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രങ്ങളാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണെന്നും. കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.